വീഡിയോ എന്താ വരുന്നത് വെച്ചാൽ എൻ്റർ റൂമാണ് നമ്മുടെ ഇന്നത്തെ ആഡോൺ. അത് ഉണ്ടാക്കിയ ടീം വരുന്ന ലൂണാർ ക്ലയൻസ് ആണ്. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോ തുടങ്ങാം. അപ്പോൾ നിങ്ങൾ പുതിയ വേൾഡിലോ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന വേൾഡിലോ തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തായാലും ഈ ഗൈഡ് ബുക്ക് കിട്ടും. ഗൈഡ് ബുക്ക് കിട്ടുമ്പോൾ നമുക്കത് വായിക്കാം. ആദ്യം മുതൽ എൻ്റെ ഗൈഡ് ബുക്ക് ആവട്ടെ. അപ്പം ഗൈഡ് ബുക്കിൽ കിടക്കാം. One more spacing mirror and just post mark. Make an enter room instant. It's your own private and portable room. ഇപ്പം നമുക്ക് ഈ എൻ്റർ റൂം ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ വെച്ചാൽ മെയിനായിട്ട് വേണ്ടത് പ്യൂരിഫൈഡ് എൻഡ് ഓഫ് എൻഡ്രൈ ആണ് വേണ്ടത്. ആ എൻഡ് ഓഫ് എൻഡ്രൈ നമുക്ക് ക്രാഫ്റ്റ് ചെയ്യണമെങ്കിൽ പ്യൂരിഫൈഡ് ബ്ലേസ് ഓഫ് പൗഡർ വേണം. അത് നമുക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ എൻ്റർ റൂം നമുക്ക് ഉണ്ടാക്കണമെങ്കിലും നമുക്ക് പ്യൂരിഫൈഡ് ബ്ലേസ് പൗഡർ വേണം. ആ പ്യൂരിഫൈഡ് ബ്ലേസ് പൗഡർ നമുക്ക് കിട്ടണമെങ്കിൽ ബ്ലേസിൻ്റെ അടുത്ത് പോകണം. പോകുന്ന സമയത്ത് നമ്മൾ ഒരു ചൂല് എടുത്തുകൊണ്ട് വേണം പോകാൻ. അതിനെ അടിച്ചിട്ട് വൃത്തിയാക്കാൻ ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഇത് റിസ്ക്കിയാണ്. ഇതിനിങ്ങനെ ക്ലീൻ ആക്കുമ്പോൾ കിട്ടും. ഇങ്ങനെയാണ് കിട്ടുക. ഇനി അടിച്ച് കൊല്ലും, അത്രയേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് രണ്ട് വഴിക്ക് രണ്ട് അല്ല എന്തായിരുന്നു അതിന് പറയുക, ഈ മഴേനെ കൊണ്ട് അത് തോച്ചിക്കില്ല. മഴ ഓഫാക്കാനാണെങ്കിൽ വിട്ടും പോകുന്നു. ഒരു വെടിക്ക് രണ്ട് വശി എന്ന് പറയുന്ന പോലെ. എന്തായാലും നിങ്ങൾക്ക് നെതറിൽ പോകണം, എൻ ഡയമണ്ട്സിലേക്ക് പോകണമെങ്കിൽ. അതുപോലെ തന്നെ ബ്ലേസ് പൗഡറും എൻ്റർപെല്ലും വേണം ഇതിന്. അപ്പോൾ അതൊക്കെ നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ പോവാം. ഇതാണ് ക്രാഫ്റ്റിംഗ് റെസിപ്പി വരുന്നത്. ഒരു എൻ്റർപെല്ലും ഒരു പ്യൂരിഫൈഡ് ബ്ലേസ് പൗഡറും. അപ്പോൾ ഈ എൻ്റർപെല്ല് എടുത്തിട്ടില്ലല്ലോ. ഇതാണ് നമ്മുടെ റെസിപ്പി വരുന്നത്. ഇതിപ്പം ഇങ്ങനെ ഞാൻ വെച്ചേക്കുന്നുണ്ട്. ഇപ്പോൾ സെർച്ചിൻ്റെ അടുത്ത് പോയിട്ട് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒറ്റ ഒന്ന് മതി നമുക്ക് എൻ്റർ റൂമിന് വേണ്ടി, വേറെ അധികം ആവശ്യമൊന്നുമില്ല. അപ്പം ഇതാണ് നമ്മുടെ പ്യൂരിഫൈഡ് എൻഡ് ഓഫ് എൻഡ്രായി വരുന്നത്. ഞാൻ എപ്പോഴും മാറിപ്പോ എൻഡ് ഓഫ് എൻഡ്രായി എന്നും പറഞ്ഞ് അത് കളിച്ച് തുടങ്ങിയപ്പോഴേ ശീലിച്ചു പോയതാണ്. ഐ ഓഫ് എൻഡറാണ് സത്യം പറഞ്ഞാൽ. പിന്നെ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവുകയാണെങ്കിൽ എൻ്റർ റൂം ഉണ്ടാക്കണ്ട. എൻ്റർ റൂം ഉണ്ടാക്കാൻ 7 ഒബ്സീഡിയൻ ഇങ്ങനെയും ഒരു എൻ്റർ ചെസ്റ്റ് അതിൻ്റെ സെൻറ്ററിലും അതിൻ്റെ താഴെയായിട്ട് നമ്മുടെ പ്യൂരിഫൈഡ് ബ്ലേസ് പൗഡർ അല്ല സോറി പ്യൂരിഫൈഡ് ഐ ഓഫ് എൻ്റർ. അപ്പം നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാം. ശരി, നമുക്കിത് തന്നെ ഇളക്കാം. വെച്ച സാധനം എവിടെയോ മാറിപ്പോയെന്ന് തോന്നുന്നു. നമ്മുടെ റെസിപ്പി വരുന്നത് 7 പോയി. ആലോചിക്കുന്നത് ഇതാണ് നമ്മുടെ എൻ്റർ റൂമിൻ്റെ റെസിപ്പി വരുന്നത്. 7 ഇങ്ങനെ എൻ്റർ ചെസ്റ്റ് സെൻറ്ററിൽ പ്യൂരിഫൈ ഐ ഓഫ് എൻ്റർ ഇവിടെ. അപ്പം നമ്മുടെ എൻ്റർ റൂം ഇതായിട്ടുണ്ട്. ബുക്ക് ചെയ്ത് ഏകദേശം സിമിലറല്ലേ. ബുക്കിനിവിടെ വരേണ്ടത് പിന്നെ ഇതുണ്ടെന്നല്ലോ. സംഭവം ഫസ്റ്റ് ഇംപ്രഷൻ ഇങ്ങനെയാണ് വരുന്നത്. ഫ്രണ്ട് ഫേസ് കാണാൻ ഇങ്ങനെ ഉണ്ടാവും, ബാക്ക് ഫേസ് ഇങ്ങനെ ഉണ്ടാവും കാണാൻ. അപ്പോൾ ഇത് നമുക്ക് തുറന്നിട്ട് നോക്കാം. ആംബിയൻ സൗണ്ട് എഫക്റ്റ് നല്ല. ഇപ്പൊ പുറത്തേക്ക് തള്ളിക്ക് തുറന്നപ്പോ തള്ളിയതല്ലേ? യെസ്, തുറന്നപ്പോ തള്ളിയതാ. അയ്യോ, ഞാൻ അതിൻ്റെ അകത്ത് കയറിപ്പോയി അറിയാണ്ട്. അപ്പൊ ഇതിൻ്റെ അകത്ത് കയറിക്കാൻ ഈ ബ്ലോക്ക് ഒന്നും പൊട്ടിക്കാൻ പറ്റൂല. ഞാൻ നോക്കിയതാണ്. ഇത് ഞാൻ എൻ്റെ സർവൈവൽ വേൾഡിൽ ഞാൻ കളിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടോണ്ട് ഞാൻ നിങ്ങൾക്ക് കൂടെ പരിചയപ്പെടുത്താൻ വെച്ചു. ഇപ്പൊ ഇതിനാകെ 499 മൈക്കോയിൻസാണ് വരുന്നുള്ളൂ. ആദ്യം എത്ര ഉള്ളെന്ന് തോന്നുന്നു, നമുക്ക് അറിഞ്ഞൂടാ. ഞാനിപ്പോൾ ഈ സമ്മർ സെയിലിൽ വന്നപ്പോഴാണ് എടുത്തത്. നമുക്കിതിൻ്റെ അകത്ത് സാധനങ്ങൾ വെക്കാം. നിങ്ങൾക്കുള്ള ഇനി ഡൗട്ടായിരിക്കും സാധനങ്ങൾ വെച്ചാൽ മിസ്സായി പോകുള്ളൂ. ഒരിക്കലുമില്ല. എന്നെ അടിച്ച് വെളിയിലൊക്കെ നടത്തേണ്ടി.
ജസ്റ്റ് പ്ലീസ് ടേക്ക് 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 ടേക്ക്. ഇവിടം വരെ വെച്ചൂടെ? എവിടെയെങ്കിലും വെക്കുമായിട്ട്. ഇതാണ് നമ്മുടെ റൂം വരുന്നത്. ആദ്യം ഇത്ര സൈസ് ഉണ്ടാവുള്ളൂ ലെവൽ 1. ടോട്ടൽ ലെവൽ 5 വരെ ഉണ്ടെന്ന് തോന്നുന്നു. അത് നമുക്ക് അപ്ഗ്രേഡിങ്ങും ബാക്കി റെസിപ്പിയും നമുക്ക് ഇപ്പം പറഞ്ഞുതരാം. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് സ്പെക്ടേറ്റർ മോഡിലേക്ക് പോകും. ഇങ്ങനെ ഉണ്ടാവും സ്പെക്ടേറ്റർ മോഡിൽ കാണാൻ. ശരിക്കും നമ്മുടെ ഇത് വേറെ എവിടെയല്ല, നമ്മുടെ വേൾഡിൽ തന്നെ ഏകദേശം 80,000 തോന്നുന്നു. 80,000 ബ്ലോക്ക് ദൂരെ പോയിട്ടൊരു പോർട്ടൽ ഉണ്ടാക്കുന്നത്. അതിനെല്ലായിടത്തും ഇത് ഓവർ വേൾഡിൽ തന്നെ ഉണ്ടാവും. ഇപ്പം നമ്മൾ നെതറിൽ പോവുകയാണെങ്കിൽ നെതറിൽ 80,000 ബ്ലോക്ക് ദൂരം ഉണ്ടാവും. എൻഡിലാണെങ്കിൽ എൻഡിൽ 80,000 ബ്ലോക്ക് ദൂരെ ആയിരിക്കും. അങ്ങനെയാണ് ഇതിന്റെ സംഭവം ഫിസിക്സ് വരുന്നത്. അതെങ്ങനെയാണെന്നൊന്നും എന്നോട് ചോദിക്കരുത്. അപ്പൊ നമുക്ക് ഇനി സാധനം വെച്ചിട്ട് വേറെ എവിടെയെങ്കിലും വെച്ച് കാണിച്ചു തരാം. എൻ്റെ റൂം പൊട്ടിക്കും. പിന്നെ ഇത് ഞാൻ പറയാൻ വിട്ടുപോയി, എൻ്റെ റൂം നമുക്ക് പൊട്ടിച്ചെടുക്കാൻ ജസ്റ്റ് വെക്കുക, പൊട്ടിക്കുക, അത്രയേ ഉള്ളൂ. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതിലെ പോയിന്റ്. എത്ര പ്രാവശ്യം വേണമെങ്കിലും പൊട്ടിക്കാം, ഇതിലൊരു ലിമിറ്റേഷൻസും ഇല്ല. പക്ഷെ നമ്മുടെ ഇത് എന്തായിരുന്നു, എൻഡർ ചെസ്റ്റ് അങ്ങനെയല്ല. സിൽക്ക് ടച്ച് വേണം, പിക്കാക്സ് വേണം. അതിലൊന്ന് മാറിപ്പോയാൽ പൊട്ടി തീർന്ന് ചപ്പറായിപ്പോ. അപ്പൊ നമുക്ക് ഇവിടെ വെച്ചിട്ട് ബാക്കി എന്താ നോക്കാം. നിങ്ങൾക്ക് ഡൗട്ട് അങ്ങ് തീർക്കാമല്ലോ. കണ്ടല്ലോ, ലൈവില് ഒരു സാധനവും മിസ്സാകത്തില്ല. സത്യം പറഞ്ഞാൽ ഫുള്ളി ഒരു പോർട്ടബിൾ റൂം തന്നെ, നമുക്കൊരു ബേസ് തന്നെയാണിത്. നമുക്ക് വേറെ എവിടെയും ബേസ് ഇല്ലെങ്കിൽ ഇത് ബേസ് ആക്കാം നമുക്ക്. സത്യം പറഞ്ഞാൽ ഞാൻ അതിന്റെ സർവൈവൽ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല. അത് ഞാൻ അല്ലാണ്ട് കളിക്കുന്ന വേൾഡ്. അപ്പൊ അതിൽ ഞാൻ എന്റെ ബേസ് സത്യം പറഞ്ഞു ഇതിന്റെ അകത്ത് തന്നെ ഞാൻ ഫുൾ അപ്ഗ്രേഡ് ചെയ്തു. ഞാൻ ആദ്യം ഡയമണ്ട് കണ്ടുപിടിച്ച് ഞാൻ അപ്ഗ്രേഡിങ്ങിന്റെ കാര്യം പറഞ്ഞുതരാം, എന്നിട്ട് ചെയ്യാം നമുക്ക്. എടാ റൂമേ വാടാ നീ. ഞാനിപ്പം ഭക്ഷണം ഇല്ലാണ്ട് ചാവുമെന്ന് തോന്നുന്നു. ഞാൻ പോയി ഭക്ഷണം എടുക്കട്ടെ. വേറെ പോയി ഭക്ഷണം. സൗണ്ട് എഫക്ട്സ് എനിക്ക് നല്ലോണം ഇഷ്ടമായിരിക്കും, കാരണം എല്ലാ മോഡിലും ഇങ്ങനത്തെ സൗണ്ട് എഫക്ട്സ് ഞാൻ കേൾക്കുന്നില്ല. അപ്പം നമുക്ക് അടുത്ത അപ്ഗ്രേഡിങ്ങിന്റെ ഇതിലേക്ക് പോവാം. അപ്പം അപ്ഗ്രേഡിങ്ങിലേക്ക് നമുക്ക് ഇത് ബുക്കിൽ നമുക്ക് വായിച്ചു നോക്കാം എന്താ അവസ്ഥ. 45 eye of ender. You can increase the size of your room by using 45 eye of ender. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി വരുന്നത് 4 മെറ്റീരിയൽസ് ടൈപ്പാണ് ഉള്ളത്. നമുക്ക് ഈ റൂം അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ നമുക്ക് വായിക്കാം. റണ്ണിങ് ലോ ഓൺ സ്പേസ് *, ആഡ് പോർട്ടബിൾ ഐ ഓഫ് എൻഡർ ടു ദി റെസിപ്റ്റബിൾ. Different type of I give different point count. 10 point are required for the first upgrade when the meter in full load for the glowing wall and break them. ഈ കുഞ്ഞ് ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് ഇങ്ങനത്തെ ബുക്ക് ഇഷ്ടമല്ല. മര്യാദക്ക് വായിക്കാൻ കിട്ടൂല, ചെറുതായിട്ടാ കാണുക, തിരിയത്തില്ല. എനിക്കത് ഈ ബുക്ക് കുറച്ചും കൂടി ഇംപ്രൂവ് ചെയ്യായിരുന്നു. മറ്റേ ടൈപ്പ് UI പോലത്തെ ടൈപ്പ് ആക്കായിരുന്നു. അതാ കുറച്ചും കൂടെ ബെറ്റർ. അതാകുമ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ അത് മാത്രമേ ഉള്ളൂ എനിക്കിതിൽ ഇഷ്ടപ്പെടാത്ത ഒറ്റ കാര്യം. അല്ലാണ്ട് ബാക്കി എല്ലാം നല്ല സുഖം. എന്നുവെച്ചാൽ ആ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. അല്ലാണ്ട് വലിയ പ്രൈസ് ആണെങ്കിൽ അതും കുഴപ്പമില്ല. വലിയ പ്രൈസ് വരുന്ന വേറെ എന്തൊക്കെയോ ഉണ്ട്, മനാവൊന്നും മേടിച്ചിട്ടില്ല ഇത് തന്നെയായിട്ട്. അപ്പം 4 മെറ്റീരിയലാണ് വരുന്നത്. ഒന്ന് ഗോൾഡ്, എമറോൾഡ്, ഡയമണ്ട്, നെതറൈറ്റ്. ഗോൾഡിന് വരുന്ന പോയിന്റ്സ് എന്ന് വെച്ചാൽ 1 പോയിന്റ്, എമറോൾഡിന് 2 പോയിന്റും ഡയമണ്ടിന് 4 പോയിന്റും. മെയിനായിട്ട് പോയിന്റ്സ് കൂടുതലും നെതറൈറ്റിനാണ്. നെതറൈറ്റ് എനിക്ക് പോലും വരേക്ക് മൈൻഡ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടില്ല എൻ്റെ വേൾഡിൽ. ഞാൻ ഗോൾഡും വെച്ച ഇതാക്കിയത്. സോറി, ഗോൾഡല്ല, ഡയമണ്ടും കൊണ്ട്. ഡയമണ്ടും ഗോൾഡും രണ്ടും ഉപയോഗിച്ചിട്ട് ഞാൻ എമറോൾഡും
നെതറൈറ്റ് ഉപയോഗിച്ചിട്ടില്ല. അപ്പം റെസിപ്പി നമുക്ക് ഇതാണ് വരുന്നത്. 8 മെറ്റീരിയൽ ഏത് ഇൻഗറ്റാന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ഗോൾഡ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ എമറോൾഡ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഡയമണ്ട്, നെതറൈറ്റ്. അത് നിങ്ങളുടെ റിസോഴ്സ് പോലെ ഇരിക്കും. പ്രീ എക്സിസ്റ്റിംഗ് വേൾഡിലാണെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല, എന്തായാലും ഇതൊക്കെ സുഖമായിട്ടുണ്ടാകും കുറെ. അപ്പോൾ നമുക്ക് മെറ്റീരിയൽ ഉണ്ടാക്കാം. നമുക്ക് വേണ്ട സാധനം എന്ന് വെച്ചാൽ ഇതാണ്, ഫോർട്ടിഫൈഡ് ഗോൾഡൻ അയ്യോ ഫെൻഡർ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോർട്ടിഫൈഡ് ഗോൾഡൻ ഐ ഓഫ് എൻഡർ. അതേപോലത്തെ 4 എണ്ണമാണ് വരുന്നത്. എന്നാൽ ഇപ്പം ജസ്റ്റ് ഒന്ന് റൂമിൽ പോയിട്ട് കാണിച്ചു തരാം. 10 എണ്ണം ഇല്ലല്ലോ, കുറച്ചും കൂടെ ഗോൾഡൻ എടുത്തിട്ട് പോകും. തുറക്കൂ സിൻസേം, സൗണ്ടാണ് എനിക്ക് ഇഷ്ടം. ഇതിൻ്റെ ഇവിടെയാണ് നമ്മുടെ പോയിന്റ്സ് കൂട്ടുന്ന സ്ഥലം വരുന്നത്. ഞാനിപ്പോൾ പോയിന്റ്സ് കൂട്ടി കാണിച്ചു തരാം എങ്ങനെ വരുവാണ്. 1 2 3 4 5 6 7 8 9 10. ടാപ്പ് expand your end room by hitting any wall repeatedly. 1 2 3 4 ടാപ്പ്. ഇത്രയേ ഉള്ളൂ സംഭവം സത്യം പറഞ്ഞാൽ. ഇത് ഇനി എത്ര പ്രാവശ്യ, ഇത് 1ാമത്തെ ലെവലല്ലേ, ഇനി 4 ലെവലും കൂടെ ഉണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. കറക്റ്റ് ഒരു ഇതില്ല. നമുക്ക് നെതറൈറ്റിൽ തന്നെ പോവാം. നെതറൈറ്റും കൊണ്ട് പോയിട്ട് ഫുള്ള് പൊട്ടിച്ചെടുക്കാം. അപ്പം നിങ്ങൾ കാണും. ഇതാണ് തട്ടിപ്പോ അറിയാണ്ട്. എത്ര ഇതുണ്ടെന്ന് നോക്കട്ടെ ഞാൻ ജസ്റ്റ്. 10 പോയിന്റ്സ് എത്ര അത് കാണിക്കുന്നില്ല, എത്ര ഇതിലാ ഉള്ളതെന്ന്. അത് മാത്രം കാണിക്കുന്നില്ല എത്ര ലെവലുണ്ടെന്ന് അതിൽ. നമുക്ക് എന്തായാലും ഇത് വെച്ച് നോക്കാം. 10 തോന്നുന്നു എനിക്ക്. ഫിറ്റ് ചെയ്യാം നമുക്ക്. 2ാമത്തെ ലെവല്, ഇത് 3ാമത്തെ ലെവല്, ഇത് 4ാമത്തെ ലെവലായിരിക്കും. 4ാമത്തേന് കുറെ വേണം. ഇത് 5ാമത്തെ ലെവല് ഫുള്ളായി. ഇതാണ് നമ്മുടെ എൻട്ര ചെസ്റ്റിന്റെ ഇതില് ഇതാക്കി വെച്ചിട്ട്. ഇത്രയും വലിയ റൂമാണ് വരുന്നത് സത്യം പറഞ്ഞ എൻട്ര റൂം എന്ന് പറയുന്നത്. ഞാൻ ജസ്റ്റ് സ്പെക്ടേറ്ററിൽ പോയി കാണിച്ചു തരാം. ഇതാണ് ഇതിന്റെ ഫുൾ സൈസ് വരുന്നത്. ഇത്ര വലിയ റൂമാണ്. അതുകൊണ്ട് ഇതിൽ ഏകദേശം ബേസിന്റെ എല്ലാ സാധനം വെക്കാം. അയ്യോ എന്റെ പടച്ച തമ്പുരാന്മാരെ, നിങ്ങളൊക്കെ കൊണ്ടാൻ തോറ്റി. സോംബി സ്കെൽട്ടൻ ഇനി വരാൻ നിന്നുള്ള സാധനം ഒന്നും ഇല്ല ബാക്കി. ഓ എന്റെ ഇപ്പൊ നല്ല അവസരം. ഇതിന്റെ അടുത്ത് നിന്നൊക്കെ ഇങ്ങനെ രക്ഷപ്പെടാൻ പറ്റും. അത് നല്ല സുഖം. അപ്പൊ ഞാൻ കടയിൽ നിന്ന് തന്നെ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ടാണ് ഈ ചെറിയൊരു ലാഗ് പോലെ ഫീൽ ആവുന്നത്. കാര്യം എന്താ വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് കസ്റ്റമർ വരും, ഞാൻ ഡീലാക്കാൻ പോകണം. നമുക്കൊരു ഹസ്കിനെ സ്പോൺ ചെയ്ത് നോക്കാം. 2-3 എണ്ണത്തെ രണ്ടാം നോക്കാം. ഇതിൻ്റെ അകത്തേക്ക് കിടക്കുമ്പോൾ യെസ് മോബ്സ്. അപ്പം നമുക്ക് രക്ഷപ്പെടണമെങ്കിലും ഇപ്പൊ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജ് വന്നു നോക്ക്, ജീവൻ കുറഞ്ഞിട്ട്. അപ്പം നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ ഇത് ഇതാക്കാൻ പറ്റും. ആ യൂസിലുണ്ട്. മറ്റേ ലാവയിലൊക്കെ വീഴുന്ന സമയത്ത് ഇതെടുത്ത് വെച്ചിട്ട് അങ്ങ് നോക്കാം. കത്തിയെടുത്തേക്കില്ല. രക്ഷിക്കൂ.
ഓ, കത്തി എടുത്തിട്ട് വരുന്നടാ, വരുന്നു. എൻചാൻറ്റഡ് അല്ല, അതുകൊണ്ട്. അപ്പൊ ഇതാണ് അപ്ഗ്രേഡ്സ് വരുന്നത്. അപ്പൊ ഇനി എല്ലാ ഡയമെൻഷനിലും പോയിട്ട് ഞാൻ കാണിച്ചത് ഇങ്ങനെ വരുവാണ്. ഇത് മകനെ. അപ്പൊ ഞാൻ നെതറിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ നെതറിൽ നിന്ന് നമുക്ക് റൂം യൂസ് ചെയ്ത് നോക്കാം. തുറക്കടാ. യെസ്, 80 ബ്ലോക്ക് ദൂരെ തന്നെ, വ്യത്യാസമൊന്നുമില്ല. എപ്പോഴും ഏത് ഡയമെൻഷനിൽ പോയാലും നമുക്ക് നമ്മുടെ ഐറ്റംസ് എല്ലാം ഉണ്ടാവും. അതിപ്പോ എൻ്റെ ആയാലും ശരി, നെതർ ആയാലും ശരി, എല്ലാം. ഞാൻ എൻഡിൻ്റെയും കൂടെ കാണിച്ചു തരാം. ഇപ്പൊ നെതറിൽ ഞാൻ എവിടെയുള്ള ഞാൻ സ്പെക്ടേറ്റർ മോഡിൽ നമുക്ക് നോക്കാം. യെസ്, സെയിം പിച്ച്, വെരി സെയിം. ഇത് വേറെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതാവുമോ? ജസ്റ്റ് ആ ചെക്ക് ചെയ്ത് നോട്ടെ. ഒരു റൂം നോട്ടെ, അവിടെ പോയി. ഒന്നിപ്പം നിലവിൽ വർക്കിംഗ് ആണെങ്കിൽ വേറൊന്ന് വെച്ചാൽ വർക്കാണ്ടിരിക്കോ? അതാണ് ചെക്ക് ചെയ്തിട്ടില്ല. സർവൈവൽ കളിക്കുന്നുണ്ടാകാൻ നോക്കിയില്ല. സത്യം പറഞ്ഞാല് ഞാൻ കളിക്കുമ്പോ എന്തായാലും കീപ്പ് ഇൻ ഇൻവെന്ററി അല്ലേ കളിക്കും. ഇതാകുന്ന ശ്രദ്ധിച്ചിട്ടില്ല. ജസ്റ്റ് നോട്ടെ. ഇല്ല, രണ്ടും കണക്റ്റഡാണ്. അപ്പൊ നമുക്കിത് എവിടെയും വെച്ചിട്ട് പോവല്ലോ. ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല സത്യം പറഞ്ഞാല്. അത് നല്ലൊരു ഇതാ. ഇത് എന്റെ ആദ്യത്തെ ഇതായിരുന്നേ. ഇത് എനിക്ക് അറിഞ്ഞൂടായിരുന്നു. അപ്പൊ ഇനി എൻഡിലും കൂടെ പോയിട്ട് കാണിച്ചു തരാം. ഞാൻ ഇപ്പൊ എൻഡിലെത്തിയിട്ടുണ്ട്. എൻഡിലെത്തിയിട്ടുള്ള അവസ്ഥ ഡ്രാഗ കൊല്ലു. യെസ്, നമ്മൾ പിന്നെയും നമ്മുടെ ബേസിൽ എത്തിയിരിക്കുന്നു ഗൈസ്. അപ്പം ഏത് ഡയമെൻഷനിൽ പോയാലും വ്യത്യാസം വരൂല. എന്താ ഏത് പാതാളത്തുള്ള ഏതോ വോയിഡിന്റെ പുറത്ത് എന്തായാലും ഉള്ള അത്ര എനിക്ക് അറിഞ്ഞൂട്. വോയിഡിൽ വരുന്ന സമയത്ത് പ്രൊട്ടക്ഷൻ വാൾ വരുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ട് എന്നറിയാവുന്ന റിമൂവ് എൻഡർ റൂം. If your render room is the way, you can remove it to restore the previous area. Any change will save space. You want to remove your render room? No, keep it. പിന്നെ എൻ്റെ അത് പോയി കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഊമ്പാതായി പോകും. അത് ആക്ച്വലി സംഭവമൊന്നുമില്ല. നമ്മുടെ പ്രീവിയസ് ആയിട്ടുള്ള നെതറിലുള്ള ഇതുണ്ടല്ലോ, അതിനെക്കുറിച്ചാണ് പറഞ്ഞത്. അപ്പം അങ്ങനെ ഒരു ഇതുണ്ട്. നേരെ ടെലിപ്പോർട്ടായി നെതറിൽ പോവോ? ഇല്ല, നമ്മുടെ ഇന്ത്യയിൽ തന്നെ വരുള്ളൂ. അപ്പം ഞാൻ തിരിച്ചെത്തിക്ക് ചത്തിട്ടാണ് വന്നത്, വേറൊന്നല്ല. അപ്പം നമ്മുടെ റൂമിൽ ഇപ്പം എന്താ അവസ്ഥ എന്ന് പോയി നോക്കാമല്ലോ. കൂതാ, ആരാടാ നീ? ആരടാ നീ? പോടാ 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 പോടാ. പിന്നെ ഇവിടെ ആരും വിസിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. പോടാ പോടാ. അമ്മ, നമ്മുടെ വേൾഡ് ആരോ എടുത്തിരിക്കുന്നു ഗൈസ്. കള്ളൻ കൊണ്ടുപോയി, നമ്മുടെ കള്ളൻ എൻഡർമാൻ കൊണ്ടുപോയി നമ്മുടെ ബേസ്. കത്തിയെടുത്ത് കുത്തുവിടാ നിന്നെ. വിതറിനെയും കൊണ്ട് അപ്പം നമ്മുടെ എൻ്റെ ചെസ്റ്റും സാധനമെല്ലാം പോയി. കീപ്പ് ഇൻവെന്ററി അല്ല. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു, ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാം. എന്തെങ്കിലും പൊട്ടത്തരമുണ്ടെങ്കിൽ കമന്റ് ബോക്സ് ഞാൻ തുറന്നിട്ട് തെറി വിളിച്ചിട്ടുണ്ട്.
കാരണം എന്തായാലും എൻ്റെ ഫസ്റ്റ് റിവ്യൂ വീഡിയോ ആണിത്. അപ്പം കറക്റ്റ് അതിൻ്റെ ഫോമിൽ എനിക്ക് എന്തായാലും പറയാൻ പറ്റിയിട്ടുണ്ടാവില്ല. പക്ഷെ ഇത് ആർക്ക് കേട്ടാലും മനസ്സിലാവും, അതെനിക്ക് 100% ഉറപ്പാണ്. അപ്പം നമ്മുടെ ഇനി അടുത്ത ഒന്നെങ്കിൽ റിവ്യൂ വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ അടുത്ത ഒരു സർവൈവൽ സീരീസ് ആയിട്ട് കാണാം. അപ്പം ടാറ്റ.